സ്ത്രീകലാസ്വാദകരെ, ഇവിടെ വന്നിട്ടില്ല, ഇന്റർവ്യൂവിന് ആള് വെച്ചിട്ടില്ലേ? കുറച്ചാൾക്കാർ വെച്ചിട്ടുണ്ട്. കത്തുവിട്ട എങ്ങനെ അവിടെ കരുത്ത് പിടിയെന്ന് വെച്ചാൽ ഇതിൽ അവരോട് വ്യക്തമായിട്ട് സംഗതി പറഞ്ഞു കൊടുത്തിനോ? തല്ലല്ല കേട്ടോ, ഇത് ഗൾഫിലേക്കുള്ള കേരളത്തിലെ തെങ്ങ് കാറ്റക്കാരും കഴുങ്ങ കാറ്റക്കാരും ഗൾഫിലേക്ക് കൊണ്ടുപോകാം. അവരെ ഇങ്ങോട്ട് വിടൂ, സ്റ്റാൻഡേർഡ് പാർട്ടി ഇങ്ങോട്ട് വിടാം കേട്ടോ. ഇത് അറബി നേരിട്ട് വന്നുള്ള ഇന്റർവ്യൂ ആണ്. കുഞ്ഞുമോനെ, ഇതെന്താ ഉന്തിയ എന്റെ പല്ല് ചിരിയാണെന്നായി പോവുകയും ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഗൾഫിലേക്കുള്ള ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ഞാൻ. കണ്ടാ പറയൂലോ സുഹൃത്തെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നത്. ഇന്റർവ്യൂ നടക്കുന്ന നിങ്ങൾ ഇന്റർവ്യൂ പത്രത്തിൽ പരസ്യം കണ്ടു വന്നതാണോ? അതെ അതെ, പേപ്പറിലാ. ഗൾഫിലേക്ക് പോകേണ്ട നന്നാക്കി പറയണം. അറബിയുണ്ട്, അറബി ബെഡ് റെസ്റ്റിലാണ്. ഒറ്റ റൊട്ടി കേട്ടോ, അവർ റെസ്റ്റ് ചെയ്യാണ് റൂമിൽ. അപ്പൊ ഒന്ന് സ്റ്റാൻഡേർഡിൽ പറയണം. ഇത് ഗൾഫിലേക്ക് പോകണ്ടാണ്, ഗൾഫിൽ ഈത്തപ്പഴം പറിക്കാനാണ് നിങ്ങളെ കൊണ്ടുവന്നത്. അപ്പൊ കേരളത്തിലെ തെങ്ങ് കാറ്റക്കാരും കഴുങ്ങ കാറ്റുകാരും അതൊക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കളെ ആദ്യം ഒന്ന് ഇന്റർവ്യൂ ചെയ്യാം. വേദനയാക്കണ്ടേ, വേദനയാക്കാണ്ടാക്കുക. ഇന്റർവ്യൂ ചോദ്യം ഉത്തരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളാണ് ആദ്യം ഇന്റർവ്യൂ ചെയ്യാണ്. എന്താ താങ്കളുടെ പേരെന്താ? കടുങ്ങ്. എന്റെ പേര് ഞാൻ പറയില്ല, വായി തുറന്ന് പറയാറോ, എന്നെ നോക്കിട്ട് ഊഹിപ്പിക്കുന്ന. പറയൂ, എന്താ പേരെന്താ ചോദിക്കുന്നേ? നന്നാക്കി പറയൂ. കടുങ്ങുവാൻ എന്നായിക്കോ. കടുങ്ങുവാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ കണ്ണൂർ ജില്ലയിലെ കളക്ടർ. ഞാൻ തെങ്ങുമല്ലും കഴുങ്ങുമെല്ലാം കാര്യം ഇതെന്താ ഇയാള് ചോദിക്കുന്നു. ഓക്കെ, കടുങ്ങുവാൻ കഴുങ്ങുലാണ് കയറാറ്. അങ്ങനെയാണെങ്കിൽ കടുങ്ങുവാൻ ഒരു കഴുമക്കാരിൽ എന്ത് കിട്ടും? ഉണ്ട കിട്ടും. കഴുകുമക്കാരി അടക്കില്ലാണ്ട് പിന്നെ എന്തെന്നാ കിട്ടുക? അതല്ല പറയുന്നത്, എത്ര പൈസ കിട്ടും? ഒരു 500 റുപ്യ കിട്ടും. 500 റുപ്യ നമുക്ക് രക്ഷപ്പെടണ്ടേ നാണു? എന്തെന്നാ ഇനി ചോദിക്കും? എത്ര പൈസ കിട്ടും? 500 റുപ്യ. അതേത് കഴുകുമല്ല അഞ്ഞ് കെട്ടിട്ട് കിട്ടുന്നേ? അതേത്തെ കഴുകും അഞ്ഞ് കെട്ടുന്നേ? പറയൂ, ഇത് സത്യം പറയടോ. എനിക്ക് പോണ്ടേ? ഒരു 2 പൂജ്യം കുറച്ചാളാ. ഇല്ല പറ. 5 രൂപ കിട്ടും. അങ്ങനെയാണ് കടുങ്ങുക. താങ്കളുടെ ഒരു ടഫായ ചോദ്യം ചോദിക്കാം. എങ്ങനെയല്ലേ? ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഒരു കിഴങ്ങു നിന്നും കടുങ്ങാൻ അങ്ങേ കിഴങ്ങിൽ ആടി ചാടാറുണ്ടോ? ഇനി ചാടുമെങ്കിൽ ഓൻ ചാടും. ഇനി ചാടും. ഒന്നുമല്ല ആടിച്ച് അങ്ങേ പറഞ്ഞ് ചാടുവോ? കൊല്ലം കൊണ്ടോ എല്ലാടോ ആടി ചാടാറുണ്ടോ ഞാൻ ചോദിക്കുന്നേ. ആടി ചാടല്ലേ, നിർത്തിയതാ. എന്ത് പറ്റി? അതെന്നാന്ന് വെച്ചാൽ ഒരു കങ്ങുമ്പോ ആടിച്ച് അങ്ങേ കങ്ങുമ്പോ ചാടുമ്പോ അങ്ങേമല്ല ഞാൻ അപ്പാട് കുരലൊരു പിടുത്താണ്ട് അതിന്റെ ബേന ഇതുവരെ പോയില്ല. പല്യാൻ തച്ച് കഴിക്കാൻ അന്നേരം. അല്ല പറയണ, ഇനി ദുബായി പോന്നിയല്ലേ. ഓക്കെ, അങ്ങനെയാണ് കടുങ്ങുക. താങ്കളോട് ചോദിക്കുകയാണ്, താങ്കളുടെ പാസ്പോർട്ട് എടുത്തോളൂ. എടുത്തു കൊടുക്കടോ. പാസ്പോർട്ടോ എന്നാ എടുത്തു? അതുണ്ട് ഉണ്ടെങ്കിൽ തരൂ, നല്ല ഗൾഫ് പോകാൻ പറ്റൂ. മയക്കോട്ടൊന്നും അല്ല കുഞ്ഞുമോനെ. എന്റെ പോട്ടയിലുള്ള ഒരു സാധനമല്ലേ, ഒരു അടിച്ചൊരു ബുക്കല്ലേ വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത്. അത് മൈഡന്റ് സ്ഥിതി കാർഡോ? അതല്ല, അതല്ലടാ, ഒരു ചെറിയൊരു ബുക്കല്ലുണ്ട്. പാസ്പോർട്ട് ഉണ്ടോ താങ്കൾക്ക്? എടുക്കണം. പാസ്പോർട്ട് എടുത്ത് താങ്കൾ ഇപ്പൊ എടുത്തില്ല. കുയ്യാട്ട കീറിനെ മുന്നേ തറ കെട്ടിച്ച് അയക്കുന്ന ആദ്യം കുയ്യാട്ട എന്നാ കടന്നു പോ. മാറി നിൽക്കൂ. ചാൻസും കൂടി ഒന്ന് ആടിച്ചാടിക്കോ വിമാനത്തുമ്മൽ. ഇനി താങ്കളെയാ ഇന്റർവ്യൂ ചെയ്യുന്നത്. അല്ല, എന്റെ ഈ ലീപനം അന്ന മടിയിൽ എത്തിയാൽ കൊണ്ടുപോകാൻ പറ്റുമോ? താങ്കളെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഇല്ലല്ലേ. ഇവിടെ വെക്കൂ. സാധനം ഉണ്ടോ? ആ നഷ്ടമായിട്ട് എല്ലാടോ പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് കേട്ടോ, ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് ഒരു പാസ്പോർട്ടേ പറ്റുള്ളൂ. ബാക്കി കത്തിച്ചാളിയാ ഉണ്ടാക്കണ. ബാക്കി കത്തിക്കാമോനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്കളോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ആയിക്കോട്ടെ. റെഡി ആണോ? ഉയന്റെ കുഞ്ഞുമോനെ. കേബിൾ ആണോ? കേബിൾ ഒരേ ഒരാള്. കേട്ടോ, സ്റ്റഡി ആണോ? അതല്ല. താങ്കൾ എന്താ പേരെന്താ? എന്റെ പേര് നാണു. സുഹൃത്ത്, ഇത് ഗൾഫിലേക്ക് പോട്ടെ, നന്നാക്കി പറയൂ. നാണോ നാണോ നാണോ. ഓക്കെ, മേരേഡ് ആണോ? എന്റെ അച്ഛ, ഒരു തോന്നിയാസ് എന്നോടാരും അങ്ങനത്തെ ഒരു വർത്താൻ പാടില്ല.
ഇനി ആയണ്ട് ഞാൻ മൊത്തി അച്ചു വരക്കണ്ടേ ശരിക്കും എടാ സുഹൃത്തെ മേരേഡ് ആണോന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചിട്ടോ? അത് മലയാളത്തിൽ ചോദിക്കറോ അങ്ങനത്തെ ഉണ്ട് മെലിയേഡ്. ഓക്കെ, എത്ര കുട്ടികളുണ്ട്? 7. എനിക്കൊരു 7 ഒരു നമ്പർ നല്ല നമ്പറാ. അതാ 7 കുട്ടികൾ. ആ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നാണുവിന്റെ ഇങ്ങോട്ട് പോവുകയാണ്. ആ. ഓക്കെ, നാണു എന്താ ചെയ്യുന്നത്? ഞാൻ ബാങ്കിലെ മാനേജർ അവിടുത്തെ. ഇവിടെ ബാങ്കിലെ മാനേജർ. കുഞ്ഞുമോനെ ഇതൊന്നും കാണുന്നില്ല, ഞാൻ തെങ്ങ് കിട്ടുന്നത് ഇതെന്താ ചോദിക്കുന്നത് ഇനി? ഓക്കെ, നാണു തെങ്ങാണ് കെട്ടാറ്. അല്ല, ഒരാ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാണുവിന്റെ പ്രഭാത രീതികളെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇഞ്ച പൊരയിലുള്ള പോലെ തന്നെ എന്റെ പൊരയിലും എന്ത് പ്രഭാതം. സുഹൃത്തെ, പ്രഭാത രീതികൾ എന്ന് പറഞ്ഞാൽ അതൊന്നും അറിയാൻ നമുക്ക് ഓഫീസിൽ പറയേണ്ടതാണ്. അത് ശരിയാ. അപ്പൊ താങ്കളുടെ പ്രഭാത രീതികൾ എന്താണ്? അല്ലെന്ന് മോന്തിയാന്ന് രാവിലെയാന്ന് തന്നെ, പിന്നെ ഉച്ചയാന്ന് വൈകുന്നേരമാന്ന്. എടോ, നമ്മളൊക്കെ പ്രഭാതം എന്ന് പറഞ്ഞാൽ രാത്രി ആയി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. ഇനി രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കും. കണ്ണു തുറന്നിട്ട് ഞാൻ മരിച്ചിട്ടുണ്ടാവൂലേ? എടോ, മരിച്ചിട്ടില്ല. എന്നിട്ട് മുഖമൊക്കെ കഴുകി ഭാര്യ ഒരു കാപ്പിയൊക്കെ തന്ന്, അതാണ് എന്റെ പ്രഭാതം. അത് താങ്കളുടെ രീതിയിൽ ഒന്ന് പറയാം. കാപ്പി ഉണ്ടാ മുഖം ഇവിടെ കാപ്പി ഉണ്ടല്ലോ, മുഖം കഴുകിയതിന് ശേഷം കാപ്പി കുടിക്കും. അങ്ങനെ അങ്ങനെയാണെങ്കിൽ നാണുവിന്റെ പ്രഭാത രീതികൾ ഒന്ന് ഘട്ടമായി എന്ന് പറയൂ. ഞാൻ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞാല് ഓക്കെ, ഷാപ്പ് പോന്ന പറയണേ. ഷാപ്പ് പോന്ന പറയണോ? ഒരു ഷാപ്പിൽ പോന്നു പറയണ്ട. ഇവിടെ അവിടെ കിട്ടില്ലല്ലോ, പനിയല്ലേ? പനങ്കല്ല് കിട്ടുമല്ലോ, നമുക്ക് കൊണ്ടുപോകാവോ? എന്ത് കള്ള്? ഇവിടെ കള്ളൊന്നും കൊണ്ടുപോകില്ല, ഫുൾ ചെക്കിങ്ങല്ലേ? ഫുൾ ചെക്കിങ്, അതിന്റെ ചെക്കിങ്. അതിന്റെ നമ്മളെന്ന് വെച്ചാല് പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പെരുക്ക് പോവുക. എടോ, നന്നാക്കി പറടോ. പുറകിൽ പോകുക, പണി കഴിഞ്ഞ്. ഓക്കെ, അതിനുശേഷം അതിന്റെ നന്നാക്കലതിന്റെ പറയൂ. എന്നിട്ട് പിന്നെ ഷാപ്പ് പോന്ന് പറയണ്ടല്ലേ? വേണ്ട. എന്നാ പിന്നെ വൈകുന്നേരമായി മൂന്തിയെല്ലായി കിടന്നുറങ്ങുക. ഓക്കെ, ഉറങ്ങുക. അതിനുശേഷം എന്താണ് ചെയ്യാറ്? ശേഷം അവർക്ക് നേരം പൊഴുക്കുമല്ലോ, നേരം വെളുത്തും. ഓക്കെ, അതിനുശേഷം ഉറക്കുതെളിയുക. ഓക്കെ, പ്രഭാതം ഉറക്കു തെളിഞ്ഞു. അതിനുശേഷം എന്താ ചെയ്യുക? അതിനുശേഷം നേരെ കോലായിൽ വരിക. കോലായിൽ വന്നിട്ട് നേരെ എറത്തുനിന്ന് അവിടെ നിൽക്കും. കോലായിലടക്കട്ടെ. ഇത് ഗൾഫിലേക്ക് പോകേണ്ട ഒരു ഇന്റർവ്യൂ ആണ്. ഈ ഷർട്ടൊന്നും ഇടാണ്ട് എന്താടോ ഇങ്ങനെ വരുന്നത്? മേനേസില്ല. അതാ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്. എന്തിന് ഷർട്ട് ഒറ്റ പൊരല്ലേ ഓളിട്ടു പോയിന്? തൊഴിലുറപ്പിന്റെ പണിക്ക് ഇത് ഇട്ടിട്ടല്ലേ പോവുക? ഒന്ന് പറഞ്ഞ് രണ്ടിന് കാട് വയക്ക ആണി കീറുക. എന്തിന്റെ ആവശ്യമില്ല, പാട് ഷർട്ട് ഇട്ടിട്ട് കീഴിഞ്ഞോളൂ. ഒറ്റ കുപ്പ എന്റെ വരയില്ല, എല്ലാം ഇട്ട് പോയിട്ട് ദേശം പെരക്കിട്ടതാ കൊണ്ടിട്ടിട്ട് ഇത് അലക്കുവോ? ഏടാ, ഞാൻ കിടക്ക് വരാന്തല്ലേ. ഓക്കെ, നാണോ അങ്ങനെയാണെങ്കിൽ ഷർട്ടൊക്കെ ഇല്ല, കാരണം ഷർട്ട് കുഞ്ഞുമോനെ ഇടാത്ത ഇല്ലായിട്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാണു അതിനുശേഷം എന്താണ് ചെയ്യാറ്? അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിന്റെ കോലായിലേക്ക് കോലായിൽ വരിക. നന്നാക്കണോ? കോലായി നന്നാക്കണോ? അതിനായി പോന്നത് ഉപയോഗിച്ച് കോലായിൽ നന്നാക്കണം, ടൈൽസെല്ലാം ഒട്ടിക്കണം. ഓക്കെ, അതിനുശേഷം താങ്കൾ എന്താ ചെയ്യാറ്? ഇറയത്തുനിന്ന് ഉമക്കരി എടുക്കുക, ഇറവത്തുനിന്ന് ഉമക്കറി എടുക്കുക. എന്നിട്ട് പല്ലു തേക്കുക, ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്ത് അണ്ണാക്ക് കുത്തി പണിയായിന്. ബ്രഷ് ഇല്ല പൊരേല്, കൈകൊണ്ട് പല്ലു തേക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ് ചെയ്യാറ്? അതിനുശേഷം കുളുക്കുളിയാക്കുന്ന എന്നുള്ളമ്മ പറയാ. കുളുക്കുളിയാക്കൂടെ നമ്മള് ഇങ്ങനെ ആക്കൂല, കുളുക്കുളുക. വാഷ് ചെയ്യുക. വാഷ് ആവല്ലേ അമ്മ? അതിന്റെ നന്നാക്കാൻ അതിന്റെ ഇങ്ങ് വരണ്ടേനും മോനെ. ഓക്കെ, അതിന് നന്നാക്കിയ ശേഷം ഒന്ന് നന്നാക്കി പറയൂ. കുളുകുളുക. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യാ? തുപ്പുക. തുപ്പുക. ഓക്കെ, അതിനുശേഷം എന്താണ് നാണു ചെയ്യാറ്? അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് പോകുക. അയ്യോ, അടുക്കളയിൽ കയറുക. കിച്ചനും മച്ചനും പൊരയില്ല, അടുക്കള. ഓക്കെ, അതിനുശേഷം എന്താണ് ചെയ്യാറ്? അതിനുശേഷം തലേന്ത കുളുത്ത ഉണ്ടാവും, മീൻ പരച്ച ഉണ്ടാവും. അയ്യോ, നന്നാക്കൂ. കുളുത്ത നന്നാക്കിയാ നന്നാവൂല. കുളുത്ത തന്നെയാ. കുളുത്ത നന്നാന്ന് എന്ത്? കുളുത്ത നന്നാക്കിയാ നന്നാവില്ല കുഞ്ഞുമോനെ. കുളുത്ത തന്നെയാ. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യാറ്? ആ മീൻ പരത്തി എടുത്തിട്ട് കുളുത്ത ഇട്ട് നല്ലോണം കാന്താരി മുളക് ചീച്ച് നല്ലോണം പെരക്കുക, മിക്സ് ചെയ്യുക. മിക്സിയിൽ ടച്ചിന്റെ ഒരു വകക്ക് കൊള്ളുവേലേ, കൈയിട്ട് പെരക്കുക. ഓക്കെ, എന്നിട്ട് കിഴക്ക് വാരി എടുക്കുന്നത് പോലെ തിന്നുക. ഭക്ഷിക്കുക. ഭക്ഷിക്കൽ. ജായിഞ്ച നന്നാക്കലായിഞ്ച ഇങ്ങ് വേണ്ടേനും കുഞ്ഞുമോനെ. അതിനുശേഷം എന്താ താളങ്ങൾ? അതിനുശേഷം തിന്നുക. എന്ത്? എന്നിട്ട് പിന്നെ വീട് കഴുകുക. മുഖമൊക്കെ കഴുകുക. മേടു കഴുകുക. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുക? അതിനുശേഷം പിന്നെ കുളുകുലാക്കി തുപ്പിക്കള. ഓക്കെ, അതിന്റെ നന്നാക്കല ഇങ്ങ് വരണ്ടേനും കുഞ്ഞുമോനെ. അതിനുശേഷം എന്താ ചെയ്യാറ്? അതിനുശേഷം എന്നാ അപ്പാട് നേരെ എന്റെ പണിസാധനം എടുക്കുക, ഏണി എടുക്കുക. എന്ത്? ഏണി എടുക്കുക. ഏണി
ഓക്കെ ഏണി അങ്ങനെ നാണു എനിക്കൊരു സംശയം വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ ഏണി താങ്കൾ ഒറ്റക്കാണോ എടുക്കാറ് അല്ലെങ്കിൽ സഹായത്തിന് വേറെ ആരെങ്കിലും കൂട്ടാറ്? ഇനി കൊത്തിച്ചു പോരെ കൊണ്ട് തന്നേട്ടാ ഇത്രയും വലിയ ഏണി നിലം പറയേ അല്ല നമ്മൾ കാണാറുള്ളൂ അതുകൊണ്ട് കാണാറില്ല. ഞാൻ കൊത്തിയത് എനക്ക് പിടിക്കാനില്ല കനയുണ്ട. താങ്കൾ ഒറ്റക്കാണോ എടുക്കാറ്? അല്ലല്ല ഞാൻ ഇവിടെ ചന്ദ്രനെ കുമാരനെ നാടിനെല്ലാം കൂട്ടിട്ട് എല്ലാരും കൂട്ടിട്ട് ചൊല്ലു. ഓക്കെ ഓക്കെ നമ്മള് കുഞ്ഞു മോനെ എനക്കെടുത്ത് പോണ്ട കനയുണ്ട ഇനി നിന്റെ അടുത്ത് എങ്ങൊന്നുമില്ല ഇത്രയും വലിയ ഏണി താൻ ഇനി ഉണ്ടാക്കിയാച്ചാ ഇത്. ഓക്കെ അങ്ങനെയാണെങ്കിൽ നാണു എനിക്ക് വീണ്ടും ഒരു സംശയം വന്നിരിക്കുകയാണ്. ഈ ഏണി സാധാരണ നിങ്ങൾ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കാറ്? സാധാരണ എല്ലാവരും പൊന്നുകൊണ്ട് ഉണ്ടാക്കല്. പൊന്നിനിപ്പം വില കൂടിയല്ലോ, അതുകൊണ്ട് ഇപ്പം വെള്ളി ഉണ്ടാ സിൽവർ. കുഞ്ഞു മോനെ മുളയന്റെ ഏണി ഇനി ഇത് നാട്ടിലാ ഇവിടെ മുളയന്റെ ഏണി കണ്ണിലായി എരിയില്ലേ? അത് മുളകയാ മുളക്. ഇത് മുള മുള. ഓക്കെ മുളയുടെ അങ്ങനെയുള്ള നാണു. പിന്നെ ബാക്കി എന്താണത്? ഇത് തള. എടോ നന്നാക്കൂ. തള്ളുവ തള്ളിക. അതിന്റെ നന്നാക്കല. ഓക്കെ തള്ളുവ. അതെന്താണ്? ഇത് ഡുഡുവായ്. അതൊക്കെ വെക്കാൻ വല്ല അത് വെക്ക ഒരു ഇരുമ്പിന്റെ പെട്ടിയുണ്ട് എന്നെ പുറത്ത് വെച്ച് വിട്ടു. ഇതെല്ലാം വെക്ക്. എന്നിട്ട് ഇതും കൊണ്ടാ ഞാൻ ഇമ്മക്കാര്യ കുഞ്ഞു മോൻ അതെല്ലാം വെക്ക ചൂടിയെല്ലാം വെച്ചിട്ട് കെട്ട്. എന്റെ നാട്ടിൽ തെങ്ങൊന്നുമില്ല. ഞാൻ എന്താ വരുന്നത്? അതിനുശേഷം നിങ്ങൾ ചെയ്യാറ്? അതിനുശേഷം തെങ്ങുമ്മക്കാര്യ ഏണി ഇങ്ങനെ വെക്കുക. ഏണി വരെ കാര്യ. അവിടുന്ന് ലിഫ്റ്റ് ആയിരിക്കും അല്ലേ? ലിഫ്റ്റും ജമാവും കൊണ്ടാച്ചിണ്ട് അവിടെ. പറയുന്നത് പിന്നെന്താ? എവിടെ തലയിട്ടിട്ട് കാര്യം നമ്മള് തലി കേട്ടിട്ട് തള്ളുവ ഇടുക കാലിന്. ഓക്കെ. എന്നിട്ട് കൈ ഇങ്ങനെ കുത്തി കയറുന്ന ആളുണ്ട്. പിന്നെ ഇങ്ങനെ പിടിച്ച് ഓരോരുത്തർ ഏലാ മോനെ. ഓക്കെ അങ്ങനെ കാര്യം എന്താണ് ചെയ്യാറ്? ആടെ കരിച്ച് ഇതെല്ലാക്കിട്ട് ഇറങ്ങുക. തെങ്ങുകാരി കംപ്ലീറ്റ് വെട്ടിട്ട് തെങ്ങ് മുറിക്കാനല്ല ഞാൻ പോയത്. കംപ്ലീറ്റ് ഇതാക്കുക. പിന്നെ എന്താ ചെയ്യാറ്? എടോ ഇത് തെങ്ങല്ല ഇതാക്കുക. വെളിഞ്ഞ നോക്കിയിട്ട് പറിക്കുക. വെളിയാത്തല്ലാടെ വെക്കുക. കൊതുമ്പല്ല ഇതാക്കി നല്ല തടി കഴിച്ചലാക്കുക നമ്മള്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് അറബി വിളിക്കുന്നു. അങ്ങനെ അമ്മേ അങ്ങനത്തെ ഒന്നുമില്ല. നാണു ഹൈവാങ്ങ് കുഞ്ഞിപ്പള്ളിനപ്പുറത്ത് അങ്ങ് പോണം. നല്ല പേരാ. ഇത് കാട്ടറിയാൻ തോന്നുന്നു. കറുത്തിന് നല്ലോണം അതെല്ലാം കെട്ടിയതാ. ഞാൻ ബാത്റൂമിലെല്ലാം കെട്ടീനോ. ഓ പാപം കുഞ്ഞുമ്മനെ. ഇതെന്തല്ല പേരാ കളിക്കുന്നത്? എന്റെ ഭാഗ്യ കേട്ടോ. എന്തെന്ന് ഇവിടെ ഒരു അറബി വന്നിട്ട് കേരളത്തിൽ മറ്റൊരു